നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടു, വ്യക്തമായിട്ട് കേട്ടു. പക്ഷേ കേൾക്കാത്ത പോലെ അഭിനയിക്കുക, അതാ അച്ഛന്റെ പ്രശ്നം. നീ വന്ന കാര്യം പറ. എനിക്ക് അച്ഛനോടെ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. നിനക്കെന്താ പറയാനുള്ളത്? അമൃതയുടെ കാര്യം തന്നെ. അമൃതയുടെ കാര്യത്തില് ഇനിയെങ്കിലും അച്ഛൻ ശരിയായൊരു തീരുമാനം എടുക്കണം. എന്റെ തീരുമാനം? അമ്മുന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത ശരിയായ തീരുമാനം തന്നെയാണ്. ജീവിതത്തിൽ അച്ഛൻ എടുത്ത എല്ലാ തെറ്റായ തീരുമാനങ്ങളെ കുറിച്ച് പറയുമ്പോഴും അച്ഛന് ഇതേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ തീരുമാനിച്ചത് ശരിയാണ്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്റെ ഈ തെറ്റായ തീരുമാനങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്നത് ഞങ്ങളാ. വനിതാ, നീ അതിര് കടക്കുന്നു. ഞാനല്ലച്ച, അതിര് വിട്ടത് അച്ഛനാ. അമൃതയുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവേണ്ടതായിരുന്നില്ല. ആ പാവം പെണ്ണിനെ ഇവിടെ കൊണ്ടെത്തിച്ചത് അച്ഛനാ. വനിതാ, ഞാൻ ചെയ്തതൊക്കെ അമൃതയുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്. അച്ഛൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ആരുടെയെങ്കിലുമൊക്കെ നല്ലതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ. പക്ഷേ അച്ഛൻ ഒരു കാര്യം മറന്നുപോയി. അച്ഛന്റെ തീരുമാനങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഒരു തെറ്റും ചെയ്യാത്ത കുറെ മനുഷ്യരാ, ഈ ഞാനടക്കം. അതിരിക്കട്ടെ, നിനക്കിപ്പോ എന്താ പറയാനുള്ളത്? അമൃതയുടെ കല്യാണം കഴിഞ്ഞു, ശരി. പക്ഷേ അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്നർത്ഥമില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണം അല്ല, മനസ്സമാധാനം, സന്തോഷം. കഴുത്തിൽ വീണ താലി ജീവപര്യന്തം ചുമക്കേണ്ട ശിക്ഷയല്ല, ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ള വിധിയുമല്ല. അവൾക്ക് സന്തോഷമില്ലെങ്കില്, അവൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കില് അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടാവണം. ഓ വലുതേ, ബന്ധങ്ങളെ ഇഷ്ടം പോലെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോരാനുള്ളതല്ല. അമൃതയുടെ ജീവിതം ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും വേണ്ടി നശിപ്പിക്കാനുള്ളതുമല്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ കാരണമാ എന്റെ ജീവിതം നശിച്ചത്. ഓ വരതാ, ഇല്ലമ്മേ, എന്നെ തടയരുത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇത്രയും വർഷം ഞാൻ മിണ്ടാതിരുന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കാൻ ഈ അച്ഛൻ എന്നെ അനുവദിച്ചിട്ടില്ല. ഒന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ, മറക്കേയില്ല. അത് എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ ജീവിച്ചു. എന്നാൽ ഇപ്പോ അതേ അച്ഛൻ, അതേ ദുരഭിമാനം, അതേ പിടിവാശി അമൃതയുടെ ജീവിതത്തിലും ആവർത്തിക്കുവാ. മതി. ഇല്ല, ഇനിയും തീർന്നിട്ടില്ല. നാട്ടുകാരുടെ മുന്നിൽ സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ മക്കളുടെയും ചെറുമക്കളുടെയും ജീവിതം അച്ഛൻ ബലി കൊടുക്കുക. അച്ഛന്റെ ദുരഭിമാനത്തിന് പണയം വെക്കാനുള്ളവരല്ല ഞങ്ങള്.